ദേണ്ടേ ഈ ആളുകള് ബിരിയാണി ചെമ്പിന് ചുറ്റുമായി തടിച്ചു കൂടുന്നത് കണ്ടോ? ഒരാൾക്കുള്ള ബിരിയാണിയാണോ ഇപ്പൊ എടുക്കുന്നത്? അതെ അതെ, ഒരാൾക്ക് എത്ര രൂപേന്? 100 രൂപ. ഒരു ദിവസം ഇവിടോട്ട് വരാൻ പറ്റിയില്ല, ഫുള്ള് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ ചെമ്പ് തീരാറായി. തീർന്ന് ഇനിയിപ്പോ ഒരു 15 എണ്ണം കൂടെ കാണും. 100 രൂപയ്ക്ക് കിടിലൻ കല്യാണ ബിരിയാണി, 2 വലിയ മസാല പീസും കുത്തിക്കോരി വെക്കുന്ന ചോറും. ഈ ചെമ്പ് പൊട്ടിയാൽ ബിരിയാണി കാലിയാവാൻ മണിക്കൂറുകൾ മതി. ഈ ഒരു കൊടയുടെ താഴത്തെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നാരകത്തറയിലെ നല്ല കിടിലിനൊരു ബിരിയാണിയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയത്. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് ഈ ഒരു കൊടയുടെ താഴെ. നല്ല കിടിലൻ ബിരിയാണിയാണ്, ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ബിരിയാണിയാണ്. ഈ കൊടയുടെ താഴെ എന്ന് പറയുമ്പോൾ നല്ല തിരക്കാണ് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി. ഒരു ഫാമിലിയുടെ ബിരിയാണിയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. വാപ്പ, ഇത്ത, ഇക്ക ഇവരെല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ബിരിയാണി. നല്ല അടിപൊളിയായിട്ട് റൈസ് നിങ്ങൾക്ക് കഴിക്കാം. നല്ല കിടിലൻ ബിരിയാണിയാണ്. ഇക്ക, എന്താ വിശേഷങ്ങൾ? നമ്മുടെ ബിരിയാണിയൊക്കെ എങ്ങനെ പോകുന്നു? സുഖം, അൽഹംദുലില്ലാ. ഉഷാറായിട്ട് പോകുന്നു. ഒരാൾക്കുള്ള ബിരിയാണിയാണോ ഇപ്പൊ എടുക്കുന്നത്? അതെ അതെ, ഒരാൾക്ക്. എത്ര രൂപേന്? 100 രൂപ. 100 രൂപയ്ക്കാണ് ഒരാൾക്കുള്ള ബിരിയാണി കൊടുക്കുന്നത്. എത്ര പീസ് ചിക്കൻ ഉണ്ടാവും? 2 പീസ്. 2 വലിയ പീസ് ഉണ്ടാവും അല്ലേ? ചെറുതാണെ 3 പീസും വെക്കും. ചെറുതാണെങ്കിൽ 3 പീസ് ഉണ്ടാവും. അപ്പൊ ഇക്ക ഇവിടെ കോരുമ്പം ദൈത്താത്ത അവിടെ പാഴ്സൽ ചെയ്യുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നിക്ക? വീഡിയോ ഹരിപ്പാടുകാരൊക്കെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നല്ലേ? ഒരുപാട് കൊടയുടെ താഴെ എപ്പോഴും തിരക്കാ. പന്തളത്തുനിന്ന് ആള് വന്നല്ലേ? അതുപോലെ എന്നാൽ അന്തസ്സായിട്ടാ ബിരിയാണി കൊടുക്കുന്നത്. അതെ അതെ, ഒന്ന് കോരിക്കേ. വേണ്ട. അയ്യോ, 100 രൂപയ്ക്ക് കൊടുക്കുന്ന ബിരിയാണിയാണല്ലേ? 2 വലിയ പീസ് വെച്ചിട്ട് 100 രൂപയ്ക്ക് കൊടുക്കുന്ന ഇക്കാടെ ബിരിയാണിയാണ്. ഇക്കാടെ ഇരിക്കുന്ന സ്ഥലം കുറച്ചൊന്ന് മാറിയിട്ടുണ്ടോ? ഇച്ചിരി ഒരു 10 മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം ഏതാണ്? ഇപ്പൊ നമ്മള് താമല്ലാക്കയുടെയും നാരകത്തറ ജംഗ്ഷന്റെ ഇടക്ക് TVS ഷോറൂമിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നത് ഇവരുടെ ഈ ഒരു കൂട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല തിരക്കാണ് ഈ ഒരു കൊടയുടെ താഴെ. അപ്പം ഇക്കടെ ബിരിയാണി കഴിക്കാത്തവർക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ നിങ്ങൾ നോക്കി വെക്കുക. ഇവിടെ നമ്മൾ കച്ചവടം ഒരു ദിവസം വന്നില്ല, വീട്ടിൽ തിരക്കി വരുന്നുണ്ടായിരുന്നു. വീട് അടുത്ത് തന്നെ. വീട്ടിൽ വരെ ഒരു ദിവസം ഇവിടോട്ട് വരാൻ പറ്റിയില്ല, ഫുള്ള് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വന്നു. വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. അത്രത്തോളം തിരക്കാ. ആളെല്ലാം അവിടെ വന്നായിരുന്നു. ഇവിടെ വരേണ്ട കാര്യമില്ല, വീട്ടിൽ നിന്ന് സാധനം പോയിക്കോളൂ. ഇപ്പൊ ചെമ്പ് തീരാറായി. തീർന്ന് ഇനിയിപ്പോ ഒരു 15 എണ്ണം കൂടെ കാണും. അതിനുള്ള ആൾ ഇവിടെ നിപ്പുണ്ട് കേട്ടോ. അതെ, ചേട്ടനൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആളല്ലേ? സന്തോഷം. അപ്പൊ എന്തായാലും നല്ല ഹരിപ്പാടുകാരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള അടിപൊളി കിടിലിനൊരു ബിരിയാണിയാണ് കേട്ടോ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത്. ഇവിടെ TVSന്റെ ഷോറൂം ഉണ്ട്, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഇവിടെ ഹരിപ്പാടുകാർക്കൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഈ ഒരു ബിരിയാണി. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുവന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ്, എന്നാലും ഈ പ്രാവശ്യം കൂടെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾ സ്ഥലം മറന്നുകൊണ്ടാ, ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് താമല്ലാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണ്. അത്യാവശ്യം ഈ ഒരു ഉച്ച സമയത്ത് നല്ല തിരക്കായിരിക്കും. അപ്പം നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിക്കാം. അപ്പൊ ഇന്നത്തെ ബിരിയാണി തീർന്നിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, നേരത്തെ വന്ന് വാങ്ങിച്ചാലേ ബിരിയാണി കിട്ടത്തുള്ളൂ.